എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. കുറേയായി വീഡിയോയും ചെയ്തിട്ട് ക്ലാസ് തുടങ്ങിയതുകൊണ്ടാണ് വീഡിയോയും കുറച്ചത് ചെയ്ത് വെച്ച് കുറേ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ക്ലാസ് തുടങ്ങിയോണ്ട് ഗൈസ് ഇപ്പം തന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാം. അന്നേരം ഇൻട്രോ എടുക്കാൻ വിചാരിച്ചു ഗൈസ്. ഇത് എൻ്റെ അമ്പ് സ്ഥലം, എൻ്റെ അമ്പ് നൈസ് സ്ഥലമല്ലേ. അങ്ങ് ഏതോ ഒരു നാടാ കാണും, ഏതാമോ നമുക്കൊന്ന് മുയ്യാൻ തോന്നുന്നു. അങ്ങ് ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരാട്ടാ. ഞാൻ ടൗണിലാണ് ഗൈസ്. തളിപ്പറമ്പ് മഹാത്മാ കോളേജിലാട്ടാ അടുത്ത. മഹാത്മാ കോളേജിൻ്റെ അടുത്ത് ഇനി കോമേഴ്സ് +2 കോമേഴ്സ്. ഓക്കെ, അന്നേരം കഴിഞ്ഞിട്ട് അന്നേരം ടൗണ് വഴിയാണ് വന്നേ. തളിപ്പറമ്പാണ്, തൃശ്ശൂരം വഴി വന്നു. എനിക്ക് നേരെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇവിടുന്ന് ഇൻ്റർവ്യൂ എടുത്ത് മെല്ലനെ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു. ക്ലാസ് തുടങ്ങിയിട്ട് വീഡിയോ ചെയ്യേണ്ട മൂഡ് പോയി ഗൈസ്. എന്താണെന്നറിയില്ല. സോങ് എന്തായാലും നിർത്തിയാൽ അതിന് പാട്ടൊന്നുമില്ല. ഗൈസ് എന്നെ പിന്നെ വീട്ടിലേക്ക് വിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. വണ്ടീൻ്റെ സർവീസ് കഴിഞ്ഞു കേട്ടോ. വണ്ടീൻ്റെ സർവീസ് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. കുറേ ബ്രേക്ക് പാഡെല്ലാം മാറ്റി ഗൈസ്, നൈസ് ആക്കിയിട്ടുണ്ട്. അത് ഏതൊരു വീഡിയോ ഞാൻ പറഞ്ഞു തോന്നുന്നു, നമുക്കറിയില്ല, ഓർമ്മയില്ല. ആ വീഡിയോ ഇട്ടില്ല. ആ വീഡിയോ ഞാൻ പറഞ്ഞില്ല, പക്ഷേ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തില്ല. ഒരു വീഡിയോ ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഗൈസ് വീട്ടിലേക്ക് പോട്ടെ, ബൈ ഗൈസ്. പിന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ പറയുന്നില്ലെന്നേ ഉള്ളൂ, ചെയ്യണം നിങ്ങൾ ഗൈസ്. വീട്ടിൽ പോയെന്ന് പറഞ്ഞിട്ട് വീഡിയോ എല്ലാം കട്ടാക്കിയത്. അന്നേരം നൈസ് സ്ഥലം ആദ്യം വന്നു. ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അന്നേരം അത് ഗൈസ് ഇതെല്ലാം എൻ്റെ നാട്ടിൽ തന്നെയാണെന്ന് എനിക്ക് വലിയ സംശയം. ഇതെല്ലാം ഞാൻ അങ്ങനെ അധികം ഒന്നും ഇങ്ങോട്ടേക്ക് വരത്തില്ല ഗൈസ്. അതൊക്കെ നൈസ് സ്ഥലം. എനിക്ക് ക്യാമറ കാണാൻ കഴിയുന്നില്ല വെയിലടിച്ചിട്ട്. ഇത് ഞാനുണ്ട്. ഓക്കെ, ഇനി വീട്ടിൽ പോട്ടെ. ഇനി ഞാൻ വരില്ല, ഇനി വീട്ടിൽ പോയിട്ട് വരാം. ഓക്കെ ഗൈസ്. കിലോമീറ്റർ നോക്കിയാൽ 954 കിലോമീറ്റർ. ഇപ്പോൾ ഒരു കുന്നിനടുക്കാൻ നിർത്തിയിട്ടുള്ളത്. ഓക്കെ, നല്ല മൈലേജാ. ഇപ്പം വരാം ഗൈസ്. സത്യത്തിൽ ഇപ്പോൾ ഏതൊരു കാട്ടിനെ നടക്കാവുള്ളൂ, കാട്ടിനെ നടക്കുള്ള റോഡാ. വന്ന് ചെറുതായിട്ട് ഉറങ്ങി ഗൈസ്. സമയം 3 മണിയായി. ഫുഡ് കഴിച്ചില്ല, ചോറൊന്നും കഴിച്ചില്ല. വന്ന ഞാൻ വ്ളോഗ് ചെയ്ത് ഇവിടെ വീട്ടിലെത്തിയപാടെ ഒരേ കിടത്തിറങ്ങിയിരുന്നു ഗൈസ്. ഇനി എന്തായാലും ഫുഡ് കഴിക്കണം. 3 മണിയായി. ചോറ് ഗൈസ്. അമ്മമ്മ നല്ലോണം ക്ഷീണിച്ചല്ലേ. എന്താ നടു കാല് എന്തെല്ലാം വേദനയാണ്, അതുകൊണ്ട് ക്ഷീണിച്ചെൻ്റെ അമ്മമ്മ. ഗൈസ് മീൻ പൊരിച്ചിട്ട് മത്തി. ഇപ്പോൾ കുറച്ച് വെള്ളിയും ഗൈസ് നോക്കിയാൽ വെള്ളിയും ഇട്ടിട്ട് നേരെ ബദ്ലയും കുടുംബ യൂണിറ്റ് കാണാൻ പോയി ഗൈസ്. കണ്ടു, ഇന്നലെ കണ്ടിട്ടാ. ഞാൻ വ്ളോഗ് ചെയ്തതെല്ലാം മിനിഞ്ഞാതാണ്. ഞാൻ വ്ളോഗ് ചെയ്തിട്ടില്ല. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടുവന്ന ക്ലിപ്സിലെ ഇപ്പം എന്തോ അമ്മമ്മേനെല്ലാം ഇപ്പം കാണിച്ചൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. അന്നേരം അതെല്ലാം മിനിഞ്ഞാന്ന് എടുത്തത്. ഇപ്പം 2 ദിവസത്തിന് ശേഷം ഗൈസ് അന്നേരം ഇന്നലെ ബദ്ലയും കുടുംബ യൂണിറ്റ് കാണാൻ പോയി. അന്നേരം അതിൻ്റെ റിവ്യൂ ഗൈസ്. ഇത് സംഭവം എന്ന് പറയാം, വേർത്തിട്ടാട്ടോ എൻ്റെ മുടി ഇങ്ങനെ ഗൈസ്. അപ്പോൾ ബദ്ലയും കുടുംബ യൂണിറ്റിൻ്റെ റിവ്യൂ പറയാനാണ് വന്നത് ഗൈസ്. നിവിൻ പോളിയും അമിത ചോദിച്ചു ഗൈസ്. ഒരു ഫീൽ ഗുഡ് എൻ്റർടൈൻമെൻറ്റ് പടമാണ് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ട്. പ്രേമലു പോലെ തന്നെ ഗൈസ്, പ്രേമലു പോലെ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ പ്രേമലു എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് അല്ലേ. അതുപോലെ തന്നെ ബദ്ലയും കുടുംബ യൂണിറ്റും BKU നമുക്ക് നല്ല അറ്റാച്ച്മെൻ്റ് ആയി. എന്ന് വെച്ചാൽ ഗിരീഷ് ഷെഡിയാണ് ഗൈസ് ഡയറക്ടർ ഗിരീഷ് ഷെഡിൽ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടല്ലോ ഗൈസ്. അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും, പക്ഷേ അത് കൃത്യ ഗൈസ് നല്ല ഫ്രെയിമിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ് ഗൈസ്. ഖലീഫ കണ്ടില്ല, ഖലീഫ കാണാൻ പോകണം. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കണ്ടിട്ട് അതിൻ്റെ എല്ലാം ഓരോന്ന് ക്ലിപ്പ് അയച്ചു തരുക, അതുകൊണ്ട് കാണുന്നൊന്നുമില്ല. എന്തായാലും അതിൻ്റെ മെയിൻ സംഭവം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു കേട്ടോ ഖലീഫയിലെ. അങ്ങനെ കാണാനൊന്നും പോകുന്നില്ല. പക്ഷെ ബദ്ലയും കുടുംബ യൂണിറ്റ് എൻ്റെ അമ്പോ എജ്ജാതി സാധനം കേട്ടോ. പിന്നെ ഗൈസ് ഓണം ഉറപ്പായിട്ടും ബദ്ലയും കുടുംബ യൂണിറ്റ് തൂക്കും ഗൈസ്. ഉറപ്പ് ഗൈസ്. ഈ ഞാൻ വെള്ളിയും ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കും, എല്ലാം നോക്കുന്നതന്നെ. അത് ഞാൻ ഇങ്ങോട്ടെല്ലാം നോക്കി നിൽക്കുന്നു. അപ്പോൾ വണ്ടി പോകുന്ന എല്ലാവരും എന്നെ നോക്കുന്നത്. ഈ വെള്ളിയും ഇട്ടിട്ട് നോക്കി. ഇതെന്താന്ന് രാഷ്ട്രീയക്കാരനെ വരുന്നുണ്ട് വെള്ളിയും ഇട്ടിട്ട് ഗൈസ്. അപ്പോൾ അതൊക്കെയാണ് ഗൈസ്. അതെനിക്ക് റിവ്യൂ പണ്ടത്തെ റിവ്യൂ എനിക്ക് അത്ര പറയാനെന്തോ പോലെ ആവുന്നില്ല ഗൈസ്. എന്തായാലും ബദ്ലയും കുടുംബ യൂണിറ്റ് അടിപൊളി പടമാണ് ഗൈസ്. നിങ്ങൾ തിയേറ്റർ മസ്റ്റ് വാച്ച് ഗൈസ്. തിയേറ്ററിൽ പോയി തന്നെ കാണുക, ഇല്ലെങ്കിൽ നിരാശപ്പെടും ഗൈസ്. OTTയിൽ വന്നിട്ട് കാണാൻ നിൽക്കുക. അടിപൊളി പടം, നല്ല കോമഡി ഗൈസ്. ഫസ്റ്റ് ഹാഫിലും ചിരിച്ച് ഞാൻ മലനിരുന്ന് ചിരിച്ചു. അങ്ങനെ അമ്മയുടെ കോമഡിയാണ് ഗൈസ് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ കോമഡി കുറഞ്ഞു, പക്ഷേ ഡ്രാമ, അതായത് അവർ കഥ കൊണ്ടുപോകണ്ടേ, അതിനുള്ളൊരു ഡ്രാമയും പിന്നെ ലാസ്റ്റ് കുറച്ച് ഇമോഷണൽ സീൻസും അടിപൊളി ഗൈസ്. നൈസ് പടം. നമുക്ക് കണ്ടിരിക്കാൻ നല്ല പൈസ കൊടുത്തതിലും നല്ല മുതലാണ് ഗൈസ്. അടിപൊളി പടം. പിന്നെ ഗൈസ് അതിനിടയിൽ ഞാൻ ബദ്ലയും കുടുംബ യൂണിറ്റാണ് മെയിനായിട്ട് റിവ്യൂ പറയുന്നത്. പിന്നെ ജനനായകൻ ഞാൻ ജൂലൈ 23 പോയി കണ്ടിരുന്നു ഗൈസ്. നമ്മൾ അണ്ണൻ്റെ പടം, CM ഓഫ് തമിഴ്നാട് ഗൈസ്. സി ജോസഫ് വിജയിൻ്റെ പടം ഞാൻ കണ്ടു. ആ പടം അടിപൊളി തന്നെയാണ് ഗൈസ്. അടിപൊളി ഇതെന്നല്ല നല്ല നോക്കുന്നപ്പാ. ആ പടം അടിപൊളി തന്നെയാണ്. പക്ഷേ
ഭഗവത് കേസരി, അതായത് ഞാൻ ഭഗവത് കേസരി കണ്ടിട്ടില്ല കേട്ടോ, ബാലയ്യൻ്റെ ഭഗവത് കേസരി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. ജനനായകൻ എനിക്കൊന്ന് ഫസ്റ്റ് ഹാഫെല്ലാം വിജയിസം, സെക്കൻഡ് ഹാഫ് ഭഗവത് കേസരിൻ്റെ എൻ്റെ റീമേക്ക് ആണല്ലോ. എന്നിട്ട് അതിൻ്റെതായ അറ്റാച്ച്മെൻറ്റിൽ ഇങ്ങനെ ഒരസി പോകുന്ന കേസ്. എന്നിട്ട് അടിപൊളി പടം കേട്ടോ, കാണുക. ജനനായകൻ OTT വന്നല്ല, ഇന്നലെ OTT വന്നു ZEE5. എല്ലാവരും OTT തന്നെ കാണുക. ഞാൻ 2 പ്രാവശ്യം ജനനായകൻ കണ്ടു, ഇന്നലെയും കണ്ടു. അന്ന് തിയേറ്ററിൽ പോയി കണ്ടു, റിലീസ് ചെയ്തെന്ന് തിയേറ്ററിൽ പോയി കണ്ടു. പിന്നെ ഇന്നലെ OTT വന്നു, ഇന്നലെയും കണ്ടു. അതെ, ഇന്നലെ ഹിന്ദി കണ്ടേ, തമിഴ് OTT വന്നില്ലാമോ? തമിഴ് എനിക്ക് കിട്ടിയിട്ട് അതെന്താണെന്ന് അറിയില്ല. ഞാൻ ഹിന്ദിയാണ് ഇന്നലെ കണ്ടേ. തിയേറ്ററിൽ തമിഴ് തന്നെയായിരുന്നു. അടിപൊളിയാണ് കേസ്. മലയാളം ഇല്ല ജനനായകൻ, എന്താണെന്ന് അറിയില്ല. ഓക്കെ ഗൈസ്, ബദലേം കുടുംബമായിട്ട് തമിഴിൽ റിലീസ് ചെയ്യുന്നുണ്ട് പോലും ഗൈസ് അടുത്ത ആഴ്ച. അതെപ്പോഴാണ് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും ഉണ്ടാവും. മമിത വൈജല്ലേ നായിക, എന്തായാലും ഉണ്ടാവും ഗൈസ്. തമിഴും കന്നഡയും തെലുങ്കും എല്ലാം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഗൈസ്, ബദലേം കുടുംബമായിട്ടുണ്ട് റിവ്യൂ പറയാൻ വേണ്ടി വന്നത് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അതിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ഇപ്പം പോയവരും എന്നെ നോക്കി. ഞാൻ ഈ വെള്ളി ഇട്ടത് വലിയ ഇടങ്ങാറായോ. ഈ ക്ലാസ്സിന് പോകുമ്പോൾ ഞാൻ ഇന്ന് ഇതിട്ടിട്ടാ പോയെ. പക്ഷെ ക്ലാസ് പോകുമ്പോൾ അങ്ങനത്തെ സീനൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ എല്ലാം നോക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പം ബദലേം കുടുംബമായിട്ട് എല്ലാവരും കാണാം. അടിപൊളി പടമാണ് ഗൈസ്. വേറെ എനിക്ക് പറയാനറിയില്ല, എന്നുവെച്ചാൽ അടിപൊളി പടമാണ് ഗൈസ്. ഞാൻ തന്നെ വീട്ടിൽ പോട്ടെ. ഞാൻ ക്ലാസ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടൊക്കെ ഒന്ന് വീട്ടിൽ പോയില്ല. ഓക്കെ, ആദ്യം ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഗൈസ്, ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ഗൈസ്. ബൈ. പിന്നെ ആൾക്കാർ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചത്. നോക്കാണ്ട് എങ്ങനെ നോക്കാണ്ട് നിൽക്കൂല, എല്ലാവരും നോക്കും. ഞാൻ കാണും. അയ്യോ, കാണുന്നില്ല ഗൈസ്. ഈ വെള്ളിയും ഇട്ടിട്ട് വന്നാൽ പിന്നെ ആരാണ് നോക്കാത്ത? ഈ കുപ്പായം നിങ്ങൾ ഇതുവരെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടോ? ഇത് 1 വർഷത്തിന് മേലെ ഈ കുപ്പായം എടുത്തിട്ട്. പക്ഷേ 1 വർഷമായി ഗൈസ് ഈ 2 എടുത്തിട്ടേ. പക്ഷേ ഇതുവരെ ഇട്ടിട്ടില്ല. അതെന്താണെന്ന് അറിയില്ല. 1 വർഷമായി, കാര്യമുണ്ട് സീരിയസ്ലി. ഇത് 1 വർഷമായി ഈ 2 വെള്ളി സാധനം എടുത്തിട്ട്. പക്ഷേ ഇതുവരെ ഇട്ടിട്ടില്ല. എന്താണെന്ന് അറിയില്ല, ഇടാൻ തോന്നിയിട്ടില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, ബൈ.